കോതമംഗലം നഗരസഭാ ബജറ്റ് നിരാശാജനകമെന്ന് UDF. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാതലായ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാത്ത ബജറ്റാണ് ഇപ്രാവശ്യത്തേതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. കോതമംഗലം നഗരസഭയിലെ ബജറ്റ് പ്രതീക്ഷയില്ലാത്തതും നിരാശാജനകവുമാണെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. നഗരസഭയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് കാതലായ ഒരു നിർദ്ദേശവും മുന്നോട്ട് വെക്കാത്ത ബജറ്റാണിതെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഭവന നിർമ്മാണ പദ്ധതി ഈ കൗൺസിലിന്റെ കാലഘട്ടത്തിൽ അട്ടിമറിക്കപ്പെട്ടുവെന്നും ആധുനിക അറവുശാലയ്ക്ക് പണം അനുവദിക്കാൻ കഴിയാത്തതും നിർമ്മാണത്തിന് നടപടി സ്വീകരിക്കാത്തതും കാർഷിക മേഖലയ്ക്ക് ഒരു പരിഗണനയും കൊടുക്കാത്ത ബജറ്റാണിതെന്നും പ്രതിപക്ഷം ആരോപിച്ചു. നേതാക്കളായ AG ജോർജ്, സിജു എബ്രഹാം, ഷമീർ പനിക്കൽ, ഷിബു കുര്യാക്കോസ്, ഭാനുമതി രാജു, പ്രവീണ ഹരീഷ്, സിന്ധു ജിജോ, ലിസി പോൾ, റിൻസ് റോയ്, നിഷ ഡേവിസ്, നോബ് മാത്യു, സൈനുമോൾ, രാജേഷ്, ബബിത മത്തായി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. കോതമംഗലം മുനിസിപ്പാലിറ്റിയുടെ 4ാമത്തെ ബഡ്ജറ്റ് അവതരണമായിരുന്നു. ഈ ബഡ്ജറ്റ് അവതരണത്തിൽ യാതൊരു തരത്തിലുള്ള പുതുമയും ഞങ്ങൾക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഒട്ടനവധി മെയിൻ പ്രോജക്റ്റുകൾ ആദ്യത്തെ കൗൺസിൽ ബഡ്ജറ്റിൻ്റെ അവതരണം മുതൽ തുടങ്ങിയിട്ടുള്ളതാണ്. ഉദാഹരണത്തിന് ക്രിമിറ്റോറിയം, അതുപോലെ തന്നെ ഡംപിങ് യാർഡ്, അതുപോലെ തന്നെ ശുചീകരണ പദ്ധതി. ഈ പദ്ധതികളൊന്നും തന്നെ പൂർത്തീകരിക്കാനോ അത് തുടങ്ങാനോ സാധിക്കാത്തൊരു പരിസ്ഥിതിയാണ്. ഏറ്റവും ആവശ്യമുള്ള സംഗതിയാണ് ശ്മശാനം എന്ന് പറയപ്പെടുന്നത്. ഈ ശ്മശാനം എന്ന് പറയപ്പെടുന്ന സംഗതി UDFൻ്റെ കാലഘട്ടത്തിൽ അതിൻ്റെ ഫണ്ടും അനുവദിച്ച് സ്ഥലവും മേടിച്ച് അതെല്ലാ കാര്യങ്ങളും പൂർത്തിയായിരുന്ന അത് ചെയ്യാൻ സമ്മതിച്ചില്ല. അതുപോലെ ടൗൺ ഹാളിൻ്റെ സമയത്തും അത് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് സ്ഥലം കണ്ടുപിടിച്ച് നമ്മളത് കൃത്യമായ രീതിയിലേക്ക് പണി ആരംഭിച്ചിട്ടുള്ള അന്ന് ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം DYFIക്കാരും അതുപോലെ തന്നെ മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരെല്ലാം കൂടി തടസ്സം ചെയ്ത് അതില്ലാണ്ടായി കളഞ്ഞാൽ അതൊന്നും പുനർജീവിപ്പിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത ഉണ്ടായിട്ടില്ല. ആകെക്കൂടി ഇവരുടെ കാലഘട്ടത്തിൽ ചെയ്തതെന്ന് പറയപ്പെടുന്നത് 2.5 കോടി രൂപ ഞങ്ങളുടെ കാലഘട്ടത്തിൽ UDFൻ്റെ കാലഘട്ടത്തിൽ സ്ഥലം മേടിക്കാനായിട്ട് എന്ന് വെച്ചാൽ ഡംപിങ് യാർഡിനോട് ചേർന്നുള്ള സ്ഥലം മേടിക്കാനായിട്ട് എഗ്രിമെൻ്റ് വെച്ച് പൈസ ട്രഷറിയിൽ അടച്ചിരുന്നു. ആ പൈസ അതിൻ്റെ ഒരു ആധാരം നടത്തിയെന്നുള്ളതല്ലാതെ യാതൊരു തരത്തിലുള്ള ഒരു വികസന പ്രവർത്തനം ഇവരുടെ ഭാഗത്തുനിന്ന് ഈ കാലഘട്ടത്തിൽ നടന്നിട്ടില്ല. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ. കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്